പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 6-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. അപ്പം കഴിഞ്ഞ പകൽ ഞങ്ങളെ അതിശയമായി നടത്തിയതിന് സ്തോത്രം, അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപ കഴിഞ്ഞ രാത്രിയിൽ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാണല്ലോ ഞങ്ങൾക്ക് നല്ല ഉറക്കം ലഭിച്ചത്. അതിനായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നല്ല ഉറക്കം അങ്ങയുടെ ദാനമാണ്. അപ്പം നല്ലവണ്ണം ഉറങ്ങുവാൻ കഴിഞ്ഞ രാത്രി കർത്താവ് സഹായിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേറ്റത് ദൈവത്തിൻ്റെ കൃപ. കാരണം ഞങ്ങളെപ്പോലെ കിടന്നുറങ്ങി അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു എന്നാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. ഞങ്ങൾക്ക് ഉണരുവാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ വാതിലുകളെ തുറന്നു തരുന്നതിനായിട്ട് സ്തോത്രം, ദുർഘടങ്ങളെ നിരപ്പാക്കി തരുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മുൻപേ ഉള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ പിൻപേ ആകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്തവൻ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. സങ്കീർത്തനം 40:16-17 ഇങ്ങനെ പറയുന്നത്, കർത്താവിനെ അന്വേഷിക്കുന്ന എല്ലാവരും കർത്താവിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. കർത്താവിൻ്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളതെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. കർത്താവ് തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുത്. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് കർത്താവിന് നന്ദി പറയാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പിതാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിളിച്ചപേക്ഷിക്ക് ഉത്തരമിറലാമെന്ന് പറഞ്ഞ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന ഞങ്ങൾക്ക് തന്ന ആമേൻ 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 ഒരു അനുഗ്രഹമാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എന്ത് ഭാരമുണ്ടോ അതെല്ലാം ഒഴുകി പോകട്ടെ. വെള്ളം ഒഴുകി വരുന്നത് പോലെ ദൈവസാന്നിധ്യം ഒഴുകി വന്ന് ആ പ്രയാസങ്ങൾ, ആ പ്രശ്നങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തി ആ ബ്രെയിനിലേക്ക് വ്യാപരിക്കട്ടെ. ആമേൻ. ഡെഡായി പോയ ബ്രെയിൻ സെല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ആ ബ്രെയിനിൽ ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജോലി വിഷയങ്ങളിൽ, ബിസിനസ് വിഷയങ്ങളിലൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. അങ്ങില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ ജീവൻ പ്രാപിക്കട്ടെ. ജോലിയിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. അതുപോലെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം യേശുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് സംഭവിക്കട്ടെ. ആമേൻ. കർത്താവെ, ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള
ജോലി വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് വേണ്ടുന്ന ജ്ഞാനവും പരിജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കണം. ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങൾ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവരെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ നന്മകൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിങ്ങും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ, അങ്ങനെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന മീറ്റിംഗായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും വൈകിട്ടത്തെ മീറ്റിങ്ങിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 കർത്താവ് അനുവദിച്ചാൽ നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടാകും. ആമേൻ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഇതാണ് നമ്മുടെ വൈകിട്ടത്തെ മീറ്റിങ്ങിൻ്റെ ടോപ്പിക്ക്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിശ്ചയമായിട്ട് ഗ്യാരണ്ടീഡ് ബ്ലെസ്സിങ്സ് ഉണ്ടാകും. അതുകൊണ്ട് മറക്കാതെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന് പ്രഭാതത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 Corinthians ചാപ്റ്റർ നമ്പർ 15 വേഴ്സ് 3 and 4. അവിടെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. പിന്നെ താഴോട്ട് വായിക്കാൻ നമുക്കറിയാം, കേഫാവിനും പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങളോട് ആദ്യമായി ഏൽപ്പിച്ചു തന്നല്ലോ. അപ്പം ഇന്നലെ ലോകം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ ആഘോഷിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഉയർപ്പെന്ന് പറയുന്നത് അതൊരു വെറും ഒരു അത്ഭുതം മാത്രമല്ലായിരുന്നു. അതിനപ്പുറത്ത് നമുക്ക് ചില ഉറപ്പുകൾ, കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളും ശരിയാണെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പൂടെ നൽകുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ. ഒന്നുകൂടെ ഞാൻ പറയാം, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു മഹാത്ഭുതമായിരുന്നു. ആമേൻ. ആ ഉയർപ്പ് ഒരു മഹാത്ഭുതം മാത്രമല്ല, അതിനപ്പുറത്ത് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറഞ്ഞ ഓരോ വാക്കുകളും, ആമേൻ, അത് സത്യമായിരുന്നു, നിറവേറ്റപ്പെടുന്നതായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര തെളിവാണ് ഉയർപ്പെന്ന് പറയുന്നത്. താൻ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ യേശു പറഞ്ഞു, താൻ കഷ്ടമനുഭവിക്കും, താൻ മരിക്കും, താൻ ഉയർത്തെഴുന്നേൽക്കും, 3-ാമത്തെ ദിവസം താൻ മരിക്കും, അടക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞോ, ആമേൻ, ആമേൻ, അത് എക്സാക്ട്ലി യഥാർത്ഥമായി തിരുവെഴുത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുവാൻ ഇടവന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആ ഒരു ബോധ്യം വേണം. അപ്പം നമ്മളോട് കർത്താവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതുപോലെ സംഭവിക്കുമെന്നുള്ളതിന് തെളിവാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാമത്തെ വാക്യം തൊട്ട് പറയുമ്പോൾ, അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. കണ്ടോ, അന്നേ പറഞ്ഞു താൻ കഷ്ടമനുഭവിക്കും, മരിക്കും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് അന്നേ യേശു ക്രിസ്തു പറയുവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താ അതിനകത്തുനിന്ന് ഉറപ്പ് കിട്ടുന്നത്? യേശു എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ സംഭവിച്ചു. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഈ മന്ദിരം 3 നാൾ കൊണ്ട് തകർക്കപ്പെടുകയും അത് കഴിഞ്ഞിട്ട് പണിയപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. യേശു പറയുന്നു, യേശു മരിക്കാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ആ വാക്യം കൂടെ വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 18ഉം 19 വാക്യങ്ങൾ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു, പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾ കേൾപ്പിക്കും, എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ആമേൻ. അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 19-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു, പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾ കേൾപ്പിക്കും, എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ യേശു എന്ത് ചെയ്തു? മുന്നമേ പറഞ്ഞിരുന്നു. അപ്പം നമുക്കതിനകത്തുനിന്ന് എന്താ മനസ്സിലാകുന്നത്? അപ്പം ഈ വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ യേശു മുന്നമേ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ആമേൻ.
യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ, യേശുവിൻ്റെ കബറടക്കത്തെക്കുറിച്ച് പറഞ്ഞത് പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിൽ, യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞത് പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിൽ നമുക്ക് കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ആമേൻ. എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിറവേറുക തന്നെ ചെയ്യും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ യേശു എന്നാ പറഞ്ഞ്, യോഹന്നാൻ്റെ സുവിശേഷം 11:25 യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ, യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ആ വാഗ്ദത്തം എത്ര ശക്തമായിട്ടാണ് നമുക്ക് തരുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 14:27, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:13 പറഞ്ഞു, ആമേൻ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടെന്ന് ഉത്തരം തന്നു. ആമേൻ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 28:20 പറഞ്ഞു, ഞാൻ എൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറഞ്ഞു, ആമേൻ, അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാം. എന്താണ്? ഇറ്റേണൽ ലൈഫ് നമുക്ക് വിശ്വസിക്കാം. ആമേൻ. സമാധാനം നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്, അത് നമുക്ക് വിശ്വസിക്കാം. പ്രാർത്ഥനയുടെ മറുപടി അത് നമുക്ക് വിശ്വസിക്കാം. ദൈവ സാന്നിധ്യം നമുക്ക് വിശ്വസിക്കാം. ആമേൻ. രക്ഷ പ്രാപിക്കും അന്നത് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇന്ന് ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പല ആമേൻ സാഹചര്യങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ ദൈവിക വാഗ്ദത്തങ്ങൾ കേൾക്കുകയും ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആമേൻ. യേശു മരിച്ചു. ആമേൻ, 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 ആമേൻ. അപ്പം അവിടെ നിന്നവരെല്ലാം വിചാരിച്ചു എല്ലാം കഴിഞ്ഞു എന്ന്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രൂവ് ചെയ്തു. കർത്താവ് പറഞ്ഞ വാക്കുകളെല്ലാം കർത്താവ് നിറവേറ്റി. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൽ ആമേൻ വിശ്വസിക്കുക. ആ വചനത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. ഈ ഭൂമിയിൽ എല്ലാം മാറിപ്പോവും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്നില്ല മാറ്റം വരികത്തില്ല. സ്തോത്രം. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു ഇമാജിനേഷൻ അനുസരിച്ചല്ല. നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ആധാരമാക്കിയാണ്. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നിവർത്തീകരിക്കപ്പെട്ട ഒത്തിരി വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും കിടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാം. കാരണം അവൻ മനുഷ്യനല്ല, അവന് കള്ളം പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ധൈര്യമായിട്ട് കർത്താവിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അവൻ നിങ്ങളോട് പറഞ്ഞത് നിശ്ചയമായിട്ട് നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ വചനപ്രകാരം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവനിൽ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു അതെല്ലാം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ ക്യാൻസൽ ചെയ്ത് കളയത്തില്ല. ആമേൻ, ആമേൻ. യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മശക്തി തന്നെ നമ്മളിലും വസിക്കുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറുക. അവൻ്റെ ഉയർപ്പ് നമുക്ക് ഗ്യാരണ്ടി തരുന്നു. അവൻ നമ്മളോട് പറഞ്ഞതൊക്കെയും അവൻ പറഞ്ഞതുപോലെ നിവർത്തിക്കും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറ. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.